ഡോക്ടർ എം ജി ശശിഭൂഷൺ നമ്മോടൊപ്പമുണ്ട്. ശ്രീ എം ജി ശശിഭൂഷൺ, ചരിത്രകാരൻ എന്നുള്ള നിലയിൽ കേരളം എങ്ങനെ MGS നാരായണനെ ഓർക്കും? പ്രാചീന കേരളീയ ചരിത്രത്തെക്കുറിച്ച് ഇത്രയേറെ ആഴത്തിലുള്ള പഠനം ഒരുപക്ഷെ മറ്റാരും നടത്തിയിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് MGS നാരായണനെ ഓർത്തെടുക്കേണ്ടത്? എല്ലാ അർത്ഥത്തിലും മഹാനായ ചരിത്രകാരനായിരുന്നു MGS നാരായണൻ. അതായത് കേരള ചരിത്രത്തിന്റെ കേട്ടി അദ്ദേഹം തിരിച്ചുവിടുകയുണ്ടായി. ഇളംകുളം കുഞ്ഞൻപിള്ള ആരംഭിച്ച ആ ശാസ്ത്രീയമായ കേരള ചരിത്രം തുറന്ന് മുമ്പോട്ട് പോകാതെ അല്പം വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഡോക്ടർ MGS നാരായണന്റെ പ്രവേശനം. അദ്ദേഹം അതിനെ തീർച്ചയായും ഇളംകുളം തുടങ്ങി വെച്ച ശാസ്ത്രീയമായ ചരിത്രബോധം അത് ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് ബഹുദൂരം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഒറ്റെഴുത്തും അതുപോലെയുള്ള പ്രാചീന ലിപികളും നേരിട്ട് പഠിച്ച് ആ പ്രാചീന ലിഖിതങ്ങൾ വായിച്ച് ആണ് അദ്ദേഹം ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറാകുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലുണ്ടായ ഇന്ത്യൻ ചരിത്രകാരന്മാർക്ക് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യ ബോധവും കൂടി അദ്ദേഹത്തിന്റെ ചരിത്ര രചനയിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നത് ദേശീയ ബോധത്തിലെ അദ്ദേഹത്തിന് വഴികാട്ടിയായിരുന്നത് കേളപ്പനായിരുന്നു. ആ പൊന്നാനിയിലെ കേളപ്പനുമായിട്ടുള്ള സൗഹൃദം, അതുപോലെ M ഗോവിന്ദനെ പോലെയുള്ള കൃഷ്ണാചാര്യകളായ എഴുത്തുകാരുമായിട്ടുള്ള സൗഹൃദം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ചരിത്ര രചനയെ തികച്ചും വ്യത്യസ്തമാക്കി. രാജാക്കന്മാരുടെ പേരും അവരുടെ ആണ്ടും കാലവും എല്ലാം പറഞ്ഞ് എഴുതുന്നതല്ല ചരിത്രമെന്ന് അദ്ദേഹം കേരളീയരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ദുഃഖകരമായി. അദ്ദേഹത്തോടൊപ്പം കുറച്ചുകാലം പ്രവർത്തിക്കാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കരുതുന്നു. വളരെ നന്ദി ശ്രീ MG ശശിഭൂഷൺ പ്രതികരണം അറിയിച്ചു.